ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അബൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള 2 എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ കപ്പ എന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കപ്പയൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 ഫിസിൽ വരെ ആക്കിയപ്പോൾ തന്നെ നല്ലതായിട്ട് കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഇതുപോലൊരു തവിയോ എല്ലാം ഉപയോഗിച്ച് ഈ കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ കപ്പയൊന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുത്ത ഈ ഒരു കപ്പയിലേക്ക് ഇനി മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു 1/2 കപ്പോളം ഇടിയപ്പപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് കുഴച്ച് നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഷേപ്പാക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അതിനായിട്ട് കൈ നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ട് ആ കൈ ഡ്രൈ ആക്കാണ്ട് തന്നെ ഓരോ ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ച് കൊടുത്തതിന് ശേഷം ഷേപ്പാക്കി എടുക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു കപ്പ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കൈ നനച്ചതിന് ശേഷം ഷേപ്പാക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു വടയുടെ എല്ലാം ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് കൂടി നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പ നമ്മൾ വേവിച്ചതായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഓയിലിട്ട് അങ്ങ് ഫ്രൈ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പുറം ഭാഗം മൊത്തം ഒന്ന് മൊരിഞ്ഞ് ഒന്ന് നിറം മാറുന്ന ആ സമയമാകുമ്പം നമുക്ക് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ കോരി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊന്ന് ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് നിറമെല്ലാം മാറി ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വീട്ടിൽ കപ്പ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ആയിട്ട് കപ്പ വെച്ച് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പ വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കല്ലേ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. ബൈ.